യാതൊരു കുറ്റവും ചെയ്യാതെ 52 ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയും അതുമൂലം ആകെ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നഷ്ടപ്പെടുകയും ഗൾഫിൽ ജോലിക്ക് ഹാജരായില്ല എന്ന കാരണത്താൽ അവിടെയും 23 ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയും നാട്ടുകാർക്കിടയിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന തന്റെ അന്തസ്സും അഭിമാനവും ചവിട്ടിമതിക്കപ്പെടുകയും ഇതിന്റെ എല്ലാം ഫലമായി ആറ്റുനോറ്റ് കാത്തിരുന്ന തന്റെ മകളുടെ വിവാഹം ഒരു തീരാ നോവായി മാറുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കഥ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, ഇത്തരമൊരു ദുരനുഭവമാണ് എന്റെ നാടിനടുത്തുള്ള കതിരൂർ സ്വദേശിയായ താജുദ്ദീന് 2018 സംഭവിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് താജുദ്ദീൻ പറയുന്നത്, ആ സംഭവം തന്റെ സമ്പത്തും ആരോഗ്യവും സമയവും സൽപ്പേരും തന്റെ ജീവിതവും തന്നെ തകർത്തു കളഞ്ഞുവെന്നാണ്. പോലീസിനും സർക്കാരിനും കൂടാതെ ജുഡീഷ്യറിക്ക് തന്നെ അപമാനമുണ്ടാക്കിയ ഈ സംഭവം നടന്നിട്ട് 7 വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി താജുദ്ദീനും കുടുംബത്തിനും ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ആ തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കി നൽകാനും വിധിക്കുകയുണ്ടായി. തന്റെ മകളുടെ വിവാഹത്തിനായി 15 ദിവസത്തെ ലീവിന് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴാണ് താജുദ്ദീന് ഈ ദുരനുഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തെ ആസ്പദമാക്കിയ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ദ സ്റ്റോളൻ നെക്ലസ് എ ട്രൂ സ്റ്റോറി, എ സ്മോൾ ക്രൈം ഇൻ എ സ്മോൾ ടൗൺ എന്ന പേരിൽ ഷെൽവിൻ സെബാസ്റ്റ്യൻ എഴുതിയ ഒരു പുസ്തകം. 2018 ജൂലൈ 11 താജുദ്ദീൻ തന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പുലർച്ചെ കുടുംബത്തോടൊപ്പം കാറിൽ മടങ്ങിയായിരുന്നു. ആ സമയത്ത് അന്ന് ചക്കരക്കൽ പോലീസ് SI ആയിരുന്ന ബിജുവും സംഘവും കാറിന് കൈ കാണിക്കുകയും പോലീസ് വാഹനം ചെളിക്കുണ്ടിൽ നിന്ന് ചെളിയിൽ പൂഴ്ന്നു കിടക്കുകയായിരുന്നു. ആ വാഹനം പുറത്തേക്ക് തള്ളി നീക്കാൻ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. കാറിൽ എല്ലാവരും പുറത്തിറങ്ങി അതിനെ സഹായിച്ചു. താജുദ്ദീൻ കാറിൽ തന്നെ ഇരുന്നു. കലശലായ പുറംവേദന കാരണം താജുദ്ദീന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യം താജുദ്ദീൻ പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് അത് ചെവി കൊള്ളാതെ SI ബിജുവും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ യോഗേഷും കൂടി ചേർന്ന് താജുദ്ദീനെ പുറത്തേക്ക് വലിച്ചു വെച്ച് പോലീസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ ഫോട്ടോകൾ എടുത്തു എന്നാണ് പറയുന്നത്. പോലീസിന്റെ ഈ അതിക്രമം പ്രതിരോധിക്കാൻ ശ്രമിച്ച താജുദ്ദീനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പോലീസ് ഭീഷണിപ്പെടുത്തുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നെയാണ് ഈ കേസിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പോലീസ് അവരെ മറ്റൊരു വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മറ്റൊരു കേസിനെ സംബന്ധിച്ചുള്ള CCTV ഫുട്ടേജ് ഇവരെ കാണിക്കുകയും അതിനുള്ള പ്രതി യഥാർത്ഥത്തിൽ താജുദ്ദീൻ ആണെന്ന് പോലീസ് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിലെ ഐഡന്റിറ്റി, ആ ഫോട്ടോയിലുള്ള ഐഡന്റിറ്റി താജുദ്ദീനുമായി യാതൊരു സാമ്യവും, ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിലും ബന്ധുക്കൾക്ക് അതറിയാലോ. അപ്പൊ അവര് അതിനെ ചോദ്യം ചെയ്യുകയും കൂടാതെ ആ സമയത്ത് വെറും 15 ദിവസത്തേക്ക് ലീവിൽ വന്ന താജുദ്ദീൻ അത്തരമൊരു കൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് ബന്ധുക്കൾ സമർത്ഥിക്കുകയും ചെയ്തു. ആ CCTV ഫോട്ടേജ് എന്റെ നാടിനടുത്തുള്ള ചോരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുടെ മാല ഒരു മോഷ്ടാവ് ബൈക്കിൽ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു CCTV ഫുട്ടേജാണ്. ഈ ഫുട്ടേജ് കാണിച്ചിട്ടാണ് താജുദ്ദീനെ അതിൽ കൊടുക്കാൻ ശ്രമിച്ചത്. മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ പോലീസ് താജുദ്ദീന്റെയോ കുടുംബത്തിന്റെയോ ഒരു വാദവും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, താജുദ്ദീനെതിരെ കേസെടുക്കുകയും താജുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയും താജുദ്ദീന്റെ പാസ്പോർട്ട് സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ കേസിൽ 2 തവണ ജാമ്യം നിഷേധിക്കപ്പെട്ട് 52 ദിവസത്തിന് ശേഷം മാത്രമാണ് താജുദ്ദീൻ ജാമ്യം ലഭിക്കുന്നത്. പിന്നീട് കേസിന്റെ പുനരന്വേഷണം നടത്തി യഥാർത്ഥ പ്രതി താജുദ്ദീൻ അല്ലെന്നും വത്സരാജ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിയാണെന്നും കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് താജുദ്ദീനെ വെറുതെ വിടുന്നത്. ഈ സംഭവത്തിൽ പോലീസ് മനഃപൂർവ്വം പ്ലാനിങ്ങോട് ചെയ്തൊരു സംഭവമായതുകൊണ്ട് ഇതിൽ പോലീസിന് തെറ്റുപറ്റി എന്ന് പ്രത്യേകം പറയുന്നതിൽ അർത്ഥമില്ല. അവരല്ലെങ്കിൽ തെറ്റുകാരാണ്. ഈ കാര്യത്തിൽ താജുദ്ദീനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ തുടങ്ങി മറ്റു നിരവധി വിധിന്യായങ്ങളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുമ്പോൾ കേവലം മെക്കാനിക്കലായി പ്രവർത്തിക്കാതെ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് പ്രഥമ ദൃഷ്ട്യാ അയാൾ പ്രതിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അയാളെ ജയിലിലേക്ക് വിടാവൂ എന്നും കേവലം പോലീസിന് റബ്ബർ സ്റ്റാമ്പായി മജിസ്ട്രേറ്റ് പ്രവർത്തിക്കരുതെന്നുമാണ് ഈ വിധിന്യായങ്ങളുടെ ആകത്തുക. ഈ കേസിൽ പിന്നീട് 2 തവണ താജുദ്ദീന് ജാമ്യം നിഷേധിച്ചു എന്ന് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. ഏതായാലും സംഭവിച്ചതിന് 14 ലക്ഷം രൂപ മതിയായ നഷ്ടപരിഹാരമൊന്നുമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും അത്രയെങ്കിലും കിട്ടിയെന്ന് താജുദ്ദീൻ ആശ്വസിക്കാം. കാരണം 52 ദിവസവും ജയിലിൽ കിടന്നത് മാത്രമല്ല
പിന്നീട് ഗൾഫിൽ ജയിലിൽ കിടന്നതും തന്റെ മകളുടെ വിവാഹം അലങ്കോലമായതും അതേപോലെ മറ്റു ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾക്കൊന്നും ഇതൊന്നും പരിഹാരമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ അതിന് സമാനമായെങ്കിലും അനുഭവിക്കണമായിരുന്നു, അവർ ജയിലിൽ കിടക്കണമായിരുന്നു. പക്ഷേ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹൈക്കോടതിയുടെ വിധി അദ്ദേഹത്തിന് ചെറിയ തോതിലെങ്കിലും ആശ്വാസമായി എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും പല രൂപത്തിൽ സംഭവിച്ചേക്കാം. ആ സമയങ്ങളിൽ നീതിക്കുള്ള വാതിലുകൾ പരമാവധി വേഗത്തിൽ തുറക്കാനാണ് ശ്രമിക്കേണ്ടത്. SIക്ക് മുകളിൽ DGP വരെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, മേൽക്കോടതികളുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അവയെ സമീപിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം എല്ലാത്തിനുമുപരി നമ്മുടെ കയ്യിൽ തന്നെ വലിയൊരു ആയുധമുണ്ട്, മൊബൈൽ ഫോൺ. അതിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് തെളിവുകൾ കൃത്യമായി ശേഖരിച്ച് നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള വലിയൊരു ആയുധം മൊബൈൽ ഫോൺ ആണ് എന്നുള്ളത് പല കേസുകളിൽ നമുക്ക് അനുഭവമുള്ളതാണ്. ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക പദവി അവരുടെ വ്യക്തിപരമായ വിരോധം തീർക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റുന്നത് തടയപ്പെടേണ്ടതുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്കപ്പുറത്തേക്ക് അവരെ ഈ സംവിധാനത്തിൽ നിന്നും ഡിസ്മിസ് ചെയ്യാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത്. ഏതായാലും താജുദ്ദീന് നേരിട്ട ദുരനുഭവം മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം.